പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് അല്പസമയം നമ്മൾ ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുവചനമെന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 17-18 തിരുവചനമാണ്. അവിടെ ഇപ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്: ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷി അനുതപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. ചെങ്കടൽ അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. വായിച്ചു കേട്ടതായ പരിശുദ്ധമായ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്: ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേൽ മക്കൾ, അവരെ ദൈവം 40 വർഷക്കാലം മരുഭൂമിയിലൂടെ ചുറ്റി നടത്തിയെന്ന് വചനത്തിലൂടെ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ ജനമാണ് ഇസ്രായേൽ മക്കൾ. എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ജനത്തെ എന്തുകൊണ്ടാണ് ദൈവം തമ്പുരാൻ 40 വർഷക്കാലം മരുഭൂമിയിൽ നടത്തുവാൻ ഇടയായി തീർന്നത് എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന വചനഭാഗമെന്ന് പറയുന്നത്. ആ ഭാഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യമായി നിങ്ങൾക്ക് മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മരുഭൂമിയുടെ ചിത്രമാണ്. മരുഭൂമിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, മരുഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന അടിസ്ഥാനപരമായ ചില ഉപദേശങ്ങൾ, മേഖലകൾ ഇവിടെ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. മരുഭൂമിയുടെ ഒന്നാമത്തെ പ്രത്യേകത മരുഭൂമിയിൽ വെള്ളമില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ മരുഭൂമിയുടെ പ്രത്യേകത ആ പകൽക്കാലം അത്യുഗ്രമായ ചൂടും രാത്രിയിൽ അതിശൈത്യവും. മൂന്നാമത്തെ പ്രത്യേകത മരുഭൂമിയിൽ വഴികളില്ല. നാലാമത്തെ പ്രത്യേകതയായി ഇപ്രകാരമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്: വിജനപ്രദേശമാണ്, ആളുകളില്ലാത്തതായ മേഖലയാണ് മരുഭൂമി എന്ന് പറയുന്നത്. വീണ്ടും ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: ശക്തരായ വിഷപ്പാമ്പുകൾ ഈ മരുഭൂമിയിലുണ്ട്. എന്നാൽ ഇപ്രകാരമുള്ളതായ ഒരു മരുഭൂമിയിലേക്ക് ദൈവം തന്നെ സ്വന്തം ജനമാകുന്ന ഇസ്രായേൽ മക്കളെ നടത്തിയത് എന്തുകൊണ്ടാണെന്ന് നാം ഇന്ന് പഠിക്കാനായിട്ട് പോകുകയാണ്. ഇവിടെ വായിച്ചു കേട്ട വചനത്തിലൂടെ അതിന് ഒന്നാമത്തെ ഉത്തരം ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനത് ഇങ്ങനെ വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്: ഫെലിസ്ത്യരുടെ ദേശത്തുകൂടി ഷോർട്ട് കട്ട് ഉണ്ട്, എന്നാൽ അത് ദൈവത്തിനറിയാം. എങ്കിലും അവരെ ദൈവം എളുപ്പ വഴിയിലൂടെ നയിച്ചില്ല. കാരണം ജനം യുദ്ധം കാണുമ്പോൾ അനുതപിച്ച് മടങ്ങിപ്പോന്ന് വീണ്ടും ഫറവോൻ്റെ മേഖലയിലേക്ക് കടന്നു വരുമെന്ന് ദൈവം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ജനത്തെ ദൈവം മരുഭൂമിയിൽ നടത്തുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ഞാനതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് ഇവിടെ ആവർത്തിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവം തന്നെ ജനമാകുന്ന ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തിയതിൻ്റെ ആദ്യത്തെ കാരണം ഷോർട്ട് കട്ടായിട്ടുള്ള എളുപ്പമായിട്ടുള്ളൊരു വഴി ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. എന്നാൽ ഫെലിസ്ത്യരുടെ നാട്ടിലൂടെയുള്ളതായ എളുപ്പ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ യുദ്ധം നടക്കുകയാണ്. യുദ്ധം കാണുമ്പോൾ ദൈവത്തിൻ്റെ ജനം അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഫറവോൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ദൈവം അവരെ ആ വഴിയിലൂടെ അയക്കുന്നില്ല. പ്രിയപ്പെട്ട സ്നേഹിത സഹോദരി, ഈ പ്രസംഗത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ താങ്കൾ ചിന്തിച്ചേക്കാം: എന്തുകൊണ്ടാണ് എനിക്ക് ദൈവം കൂടുതൽ സമ്പാദ്യങ്ങൾ തരാതിരുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ദൈവം കൂടുതൽ സൗന്ദര്യം തരാതിരുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ദൈവം കൂടുതൽ സ്ഥാനമാനങ്ങൾ തരാതിരുന്നത്? പലപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? ഞാൻ ഈ വാക്കിനോട് ചേർത്ത് ഒരു കാര്യം വെളിപ്പെടുത്തുവാനായിട്ട് ഈ സമയം വിനിയോഗിക്കട്ടെ. നിനക്ക് കൂടുതൽ സൗന്ദര്യങ്ങൾ തന്നാൽ, നിനക്ക് കൂടുതൽ സമ്പാദ്യങ്ങൾ തന്നാൽ, നിനക്ക് കൂടുതൽ പദവികൾ തന്നാൽ, നിന്നെ പെട്ടെന്ന് പണക്കാരിയാക്കിയാൽ ഒരുപക്ഷെ നീ അഹങ്കരിച്ചു പോകുവാൻ, നിഗളിച്ചു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിനകത്ത് ഇപ്പോൾ ഒരു മരുഭൂമിയുടെ അനുഭവം
പ്രിയപ്പെട്ടവരെ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഞാനത് ഭാഗത്തേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേൽ മക്കളിതാ മരുഭൂമിയുടെ പ്രയാണം ചെയ്ത് കടന്നു പോകുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. അതിൻ്റെ 13-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാം തിരുവചനം. ദൈവ സാന്നിധ്യം ഇസ്രായേൽക്കാരുടെ കൂടെ ഉണ്ടായിരുന്നു, അത് മുമ്പേ പോയിക്കൊണ്ടിരുന്നു. വായിച്ചു കേട്ടതായ തിരുവചനത്തിലൂടെ ദൈവാത്മാവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മരുഭൂമിയുടെ പ്രയാണത്തിലൂടെ അവിടെ കടന്നു പോകുമ്പോൾ അവരോട് കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ നമുക്ക് ആ കാര്യം പഠിക്കാൻ കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ അതിനോട് ചേർത്ത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പഠിപ്പിക്കാൻ പരിചയപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നാം ജീവിതത്തിൻ്റെ ഓരോ പരിപരുത്ത മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും പതറിപ്പോകുന്ന നിമിഷങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ, രോഗിയായി തീരുമ്പോൾ, ബിസിനസ്സുകൾ പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മോട് കൂടെ നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവമുണ്ടെന്ന ചിന്ത ആദ്യമായി നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരട്ടെ. പ്രിയപ്പെട്ടവരെ, പലരും പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്: എന്നെ കാണാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണെന്ന് പരിതപിക്കുമ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ മരുഭൂമിയുടെ പ്രയാണത്തിലൂടെ നടപ്പാതകളില്ലാത്തതായ, അതിശൈത്യവും അതിഉഷ്ണവും നിലനിൽക്കുന്നതായ, വിഷപ്പാമ്പുകൾ ഉള്ളതായ, വെള്ളം ലഭിക്കാത്തതായ ഈ മരുഭൂമിയുടെ ദൈവത്തിന് ജനം കടന്നു പോകുമ്പോൾ ദൈവം അവരോട് കൂടെയുണ്ടായിരുന്നു എന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ ബോധ്യമാക്കി തരുന്നതായൊരു സന്ദേശം ദൈവത്തിൻ്റെ വചനത്തിലൂടെ പുതിയ നിയമത്തിൽ ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം അതിന് 30 മുതലുള്ള വചനത്തിലൂടെ പഠിക്കാൻ കഴിയുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയുടെ തകർച്ചയിൽ അവൻ്റെ കൂടെയുണ്ടെന്ന് വെളിപ്പെടുത്തുന്നതായ മേഖലയാണ് ഈ സുവിശേഷ ഭാഗത്തൂടി പഠിക്കാൻ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് യെരിഹോവിലേക്ക് കടന്നു പോകുമ്പോൾ കടന്നു പോകുന്ന മാർഗമധ്യത്തിൽ ആ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടാനായിട്ടിടയായി തീർന്നു. എന്നാൽ കള്ളന്മാരവനെ അർത്ഥപ്രാണനായി മുറിവേൽപ്പിച്ച് കൊള്ളയടിച്ച് വഴിയിൽ തള്ളി കടന്നു പോകുമ്പോൾ ആ വഴിയിലൂടെ ഒരു പുരോഹിതൻ കടന്നു വന്നു. പുരോഹിതൻ കടന്നു വന്നിട്ട് എന്താണ് ചെയ്തത്? അവനെ കണ്ടിട്ട് അവനെ കാണാത്ത വണ്ണം വഴിമാറി കടന്നുപോയി. രണ്ടാമത് അതുവഴി ഒരു ലേവ്യൻ കടന്നു വന്നു. പുരോഹിതൻ ചെയ്തതുപോലെ തന്നെ ലേവ്യനും അതേപാടെ കടന്നുപോയി. മൂന്നാമത് അതുവഴി ആര് കടന്നു വന്നു? ബൈബിൾ വെളിപ്പെടുത്തുന്നു, ഒരു ശമരിയക്കാരൻ കടന്നു വന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, വചനചരിത്രം നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. ശമരിയക്കാരൻ കടന്നു വരുമ്പോൾ കണ്ടതായ ചിത്രം, രംഗം, പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു യഹൂദനായ മനുഷ്യൻ മുറിവേറ്റ് വഴിയിൽ ഇത് അർത്ഥപ്രാണനായി കിടക്കുകയാണ്. യഹൂദന്മാരും ശമരിയക്കാരും തമ്മിൽ സമ്പർക്കമില്ലാത്തവരും കണ്ടാമിണ്ടാത്തവരും വ്യക്തശത്രുക്കളുമാണെന്ന് തിരുവെഴുത്ത് രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ശമരിയക്കാരൻ ചെയ്ത പരിപാടി മുറിവേറ്റ് കിടക്കുന്ന തൻ്റെ ശത്രുവിൻ്റെ അടുക്ക കടന്നു ചെന്ന് അവൻ്റെ രക്തം ഉപ്പിയെടുത്ത് അവൻ്റെ വ്രണങ്ങളെ വെച്ച് കെട്ടി അവനെ പൊക്കിയെടുത്ത് വാഹനത്തിനകത്ത് കയറ്റി വഴിയമ്പലത്തിനകത്ത് കൊണ്ടുവരികയാണ്. അതിന് 31-ാം തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വളരെ പ്രസ്പഷ്ടമായി പ്രഖ്യാപിക്കുകയാണ്: പ്രിയപ്പെട്ടവരെ, ശമരിയക്കാരനാകുന്ന മനുഷ്യൻ പിറ്റേന്നാൾ അവൻ കടന്നു പോകുമ്പോൾ. ആ വാക്ക് വളരെ ചിന്തനീയമാണ്, വളരെ പ്രസക്തമാണ്, വളരെ ശക്തമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ അവ ഒന്നുകൂടി കടമെടുക്കുവാൻ ആവർത്തിക്കാൻ താല്പര്യപ്പെടുകയാണ്. ശമരിയക്കാരനാകുന്ന മനുഷ്യൻ ഈ മുറിവേറ്റ് കിടക്കുന്ന ഈ യഹൂദനായ മനുഷ്യനെ വഴിയമ്പലത്തിനകത്ത്, സത്രത്തിനകത്ത്, ആശുപത്രിക്കകത്ത് കൊണ്ടുവന്നാക്കിയിട്ട് അവൻ എന്തു ചെയ്തു? പിറ്റേന്നാൾ അവൻ കടന്നു പോകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്: തലേ ദിവസം ഈ ശമരിയക്കാരൻ എവിടെയായിരുന്നു? ആ ചിന്ത ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ബോധ്യപ്പെടുത്തുമ്പോൾ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കട്ടെ. തലേ ദിവസം പ്രിയപ്പെട്ടവരെ, ഈ ശമരിയക്കാരൻ ഈ മുറിവേറ്റ മനുഷ്യൻ്റെ കൂടെയായിരുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഏത് രാത്രിയിൽ വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, വചനമാകുന്ന ബൈബിൾ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്: ഈ യഹൂദനായ മനുഷ്യൻ ഇതാ മുറിവേറ്റ രാത്രിയിൽ അവനോട് കൂടെയായിരുന്നു ഞാൻ പ്രസംഗിക്കുന്ന ശമരിയക്കാരനാകുന്ന നല്ല കർത്താവ്. ഏത് രാത്രിയിൽ? വചനമാകുന്ന ബൈബിൾ വെളിപ്പെടുത്തുന്നു, നീ മുറിവേൽക്കുന്ന രാത്രിയിൽ. ദൈവം മനുഷ്യൻ്റെ കൂടെ കടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്.
ഏത് രാത്രിയിലാണ് ദൈവം ഒരു മനുഷ്യൻ്റെ കൂടെ കടക്കാൻ ആഗ്രഹിക്കുന്നത്? കല്യാണത്തിന് തലേ രാത്രിയിൽ മധുരം കൊടുക്കുന്ന സമയത്ത് കൂടെയിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. മൃഷ്ടാന്നമായ ഭോജ്യങ്ങൾ മേശപ്പുറത്ത് വിരിച്ചൊരിക്കുന്ന സമയത്ത് കൂടെ കടന്നു വന്നിരിക്കുന്ന ദൈവമല്ല. മറിച്ച് വചനം വെളിപ്പെടുത്തുന്നു, നീ തകരുന്ന രാത്രിയിൽ, നീ ഒറ്റപ്പെടുന്ന രാത്രിയിൽ, നീ മുറിവേൽക്കുന്ന രാത്രിയിൽ, നിന്റെ ബിസിനസ്സുകൾ പരാജയപ്പെടുന്ന രാത്രിയിൽ, നീ രോഗിയാകുന്ന രാത്രിയിൽ, നീ അപകടത്തിൽപ്പെടുന്ന നിമിഷങ്ങളിൽ, നീ നിരാശനായിത്തീരുന്ന നിമിഷങ്ങളിൽ, നിന്റെ ഭാര്യ നിനക്കെതിരെ നിൽക്കുമ്പോൾ, നിന്റെ ഭർത്താവ് നിന്നെ തള്ളിക്കളയുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ, മാതാപിതാക്കളെ ഇറക്കി വിടുന്ന സമയങ്ങളിൽ, പ്രിയപ്പെട്ടവരെ, നമ്മോട് കൂടെ കടന്നു വരുന്നവനാണ് ഈ ദൈവമെന്ന് ഈ വചന സന്ദേശം ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന തിരുവചനം എന്ന് പറയുന്നത്, ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേൽ മക്കൾ മരുഭൂമിയുടെ കടന്നു പോകുമ്പോൾ അവരോട് കൂടെ, അവരോട് ഒരുമിച്ച് ദൈവമുണ്ടായിരുന്നു എന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ, നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ പ്രതിസന്ധികളിൽ മനുഷ്യനെ തള്ളിക്കളയുന്നവനല്ല. മനുഷ്യൻ്റെ ദുരിതം കണ്ടിട്ട്, മനുഷ്യൻ്റെ ആവലാതി കണ്ടിട്ട്, മനുഷ്യൻ്റെ നെടുവീർപ്പ് കണ്ടിട്ട്, മനുഷ്യൻ്റെ അസ്വസ്ഥത കണ്ടിട്ട്, പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് തിണ്ണയ്ക്കകത്ത് കിടക്കുന്ന ചാരികസേരയ്ക്കകത്ത് കാലുമേ കായല് കയറ്റി വെച്ച് മനുഷ്യൻ്റെ കട്ടത കണ്ടിട്ട് ഊറിച്ചിരിക്കുന്നവനല്ല നമ്മുടെ ദൈവം. മനുഷ്യരോട് കൂടെ കടന്നു വരുന്ന, മനുഷ്യരോട് കൂടെ ആ സാഹചര്യത്തിലായിത്തീരുന്നവനാണ് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവാകുന്ന യേശു, നമ്മുടെ ദൈവമെന്ന് ഈ വചനഭാഗം ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കടന്നു പോകുമ്പോൾ അവരോട് ഒരുമിച്ച് ദൈവമുണ്ടായിരുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്, പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 22-ാം തിരുവചനം നാം പഠിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പകൽ മേഘസ്തംഭത്താലും രാത്രി അഗ്നിത്തൂണുകളാലും ദൈവം അവർക്ക് വഴികാട്ടിയായി കടന്നുപോയിരുന്നു. എത്രയോ മഹത്തരമായ ആശയമാണ് ദൈവാത്മാവോട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം പകൽ മേഘസ്തംഭത്താലും രാത്രി അഗ്നി തൂണുകളാലും അവർക്ക് വഴികാട്ടിയായി അവർക്ക് മുമ്പേ പോയിക്കൊണ്ടിരുന്നു. ആ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നിങ്ങൾ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. രണ്ടാമത്, മനുഷ്യ ജീവിതത്തിനകത്ത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മരുഭൂമിയുടെ അനുഭവങ്ങൾ കടന്നു വന്നതിൻ്റെ യഥാർത്ഥമായ രണ്ടാമത്തെ പ്രശ്നം വചനം രേഖപ്പെടുത്തുകയാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ ദൈവാത്മാവ് ഇങ്ങനെ ബോധ്യപ്പെടുത്തുകയാണ്, അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. ഈ ജനം മോശയ്ക്ക് നേരെ പിറുപിറുത്തു. യാത്ര തുടരുമ്പോൾ സീൻ മരുഭൂമിയിലൂടെ അവർ കടന്നു പോകുന്ന ഈ സമയത്ത് ഇവരെ നയിച്ചുകൊണ്ട് പോകുന്ന ഭക്തനാകുന്ന പുണ്യപുരുഷനാകുന്ന മോശയ്ക്കെതിരെ വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഈ ജനം പിറുപിറുത്തു എന്ന് വചന സന്ദേശം ദൂത് വെളിപ്പെടുത്തുകയാണ്. ഇസ്രായേൽ മക്കളെ മരുഭൂമിയുടെ നയിച്ചതിൻ്റെ, മരുഭൂമിയുടെ പശ്ചാത്തലം ഇവർ വിട്ടുപോകാഞ്ഞതിൻ്റെ രണ്ടാമത്തെ കാരണം വചനം വെളിപ്പെടുത്തുന്നു, അവർ ദൈവത്തിനെതിരായി, ദൈവഭക്തനായി മോശയ്ക്കെതിരായി പിറുപിറുത്തു എന്നുള്ളതാണ്. ഈ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിത സഹോദരി, നമ്മുടെയും ജീവിതങ്ങളിലേക്ക് ഈ നിമിഷം നാം ഒന്ന് വാസ്തവമായിട്ട് കണ്ണോടിച്ച് നോക്കിക്കേ. എത്രയോ നന്മകൾ ദൈവം നമുക്ക് ഒരുക്കി തന്നു. ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഈ മലയോരങ്ങളിൽ കടന്നു വന്നവരല്ലേ. എന്നാൽ ദൈവം നമ്മെ ഇത്രത്തോളം മാനിച്ച്, ഇത്രത്തോളം അനുഗ്രഹിച്ച്, ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നമ്മളെ വളർത്തി വലുതാക്കി ദൈവത്തിന് മുഖത്തേക്ക് നോക്കി ഈ ഇസ്രായേൽ ജനത്തെ പോലെ പിറുപിറുക്കുന്നവരായി നമ്മൾ മാറിയില്ലേ? ശാന്തമായ ജീവിതങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിക്കേ. എന്തു വന്നാലും ദൈവത്തിന് ഒരിക്കലും സ്വസ്ഥത കൊടുക്കാത്തൊരു സാഹചര്യമാണ്. കാലാവസ്ഥ മാറുമ്പോൾ മനുഷ്യൻ ചോദിക്കുന്നു, എന്തൊരു കാലം. അല്പം ചൂട് കാഠിന്യമേറിക്കഴിഞ്ഞാൽ മനുഷ്യൻ ചോദിക്കും, ഇതെന്തൊരവസ്ഥ. സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന മനുഷ്യൻ, സൗന്ദര്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, ആരോഗ്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, ജീവിത സാഹചര്യങ്ങൾ മെച്ചമാകാത്തതിൻ്റെ പേരിൽ ഇത്രയും തന്ന ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നവർ നമ്മൾ മാറുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്, നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ഒരു മരുഭൂമിയിലേക്ക് കടന്നു പോകേണ്ട സാഹചര്യമുണ്ടാകും. അതാണ് ഈ വചന സന്ദേശം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ ഞാനിവിടെ വെളിപ്പെടുത്തി പ്രിയപ്പെട്ട ദൈവമക്കളെ. എന്നാൽ ഭക്തനായിരിക്കുന്ന ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേൽ മക്കളെ നയിച്ചുകൊണ്ട് പോകുന്ന മോശ ഈ ജനത്തിന്റെ പിറുപിറുപ്പിന്റെ വിഷയം സർവശക്തനായ ദൈവത്തോട് അറിയിച്ചു. ദൈവമേ, ഈ വിഷയത്തിന് അവിടുന്ന് പരിഹാരം പ്രതിവിധി കൽപ്പിച്ച് അവിടുന്ന് ഇതിന് ഉത്തരം നൽകണമേ എന്ന്. പ്രിയപ്പെട്ട ഈ മക്കളെ, മോശയിലൂടെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മോശയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈ ജനത്തിന് ഭക്ഷണം കൊടുക്കുവാൻ സ്വർഗം പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ്.
ഇതാ ജനമെല്ലാം പാളയത്തിനകത്ത് കടന്നുറങ്ങി. രാവിലെ എല്ലാവരും കൂടാരത്തിന് മറയെ പൊക്കി പുറത്തു വന്നപ്പോൾ കണ്ടതായ കാഴ്ച, ചിത്രം, രംഗമെന്ന് പറയുന്നത്, ഇതാ പാളയത്തിനകത്ത് ഇവരുടെ കൂടാരങ്ങൾക്ക് വെളിയിൽ ഇതാ എന്തോ സാധനം ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കുന്നു. എല്ലാവർക്കും അസ്വസ്ഥയായി. എല്ലാവർക്കും ഇത് എന്ത് 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 എന്നുള്ള ചിന്ത അവരെ അലോസരപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ആളുകളെല്ലാവരും രാവിലെ കൂടാരത്തിന് വെളിയിൽ ഇറങ്ങി വന്ന് ഈ വെളുത്ത് കിടക്കുന്ന സാധനം കൈകൾ വാങ്ങി ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, ഇതെന്താകുന്നു എന്ന്. ഭർത്താവ് മറുപടി കൊടുത്തു, എനിക്കറിയത്തില്ല. ഭർത്താക്കന്മാർ ഇത് വാങ്ങി ഭാര്യയുടെ അടുക്കൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു, ഇതെന്താണെന്ന്. ഭർത്താക്കന്മാരും കൈമലർത്തി, അറിയത്തില്ല. അവസാനം പ്രിയപ്പെട്ടവരെ, ഈ പാളയത്തിനകത്ത് വെളുത്ത് പൊഴിഞ്ഞു കിടക്കുന്ന സാധനം കൈകൾക്കകത്ത് വാങ്ങി ഇതാ ഭക്തനായിരിക്കുന്ന ഇവരുടെ നേതാവായിരിക്കുന്ന മോശയുടെ സമക്ഷം കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ മോശ അതിന് മറുപടി കൊടുത്തു, ഇതിൻ്റെ പേരാണ് മന്ന. മന്ന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതെന്ന എന്നാണ്. ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു, ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നു. ഉത്തരം കിട്ടാതെ വന്നപ്പോൾ ഇത് എന്ത് എന്ന ചോദ്യമായിട്ട് അവർ കടന്നു വന്നപ്പോൾ ഭക്തനായിരിക്കുന്ന മോശ അതിന് മറുപടി കൊടുത്തു, അതിങ്ങനെയാണ് മന്ന. പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ, സർവശക്ത ദൈവം ജനത്തിൻ്റെ പിറുപിറുപ്പ് കണ്ടിട്ട്, ജനത്തിൻ്റെ സാഹചര്യം കണ്ടിട്ട് അവർക്ക് ഭക്ഷിക്കുവാനെ കൊടുത്തതായ മേൽത്തരമായ മനോഹരമായ ഭക്ഷണ വസ്തുവാണ് മന്ന എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ഈ മന്ന ഈ ജനത്തിന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് സർവശക്തന ദൈവം മോശയിലൂടെ 3 സുപ്രധാനമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനത് വേഗത്തിൽ വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒന്നാമത്തെ സന്ദേശം ഇപ്രകാരമായിരുന്നു, ഓരോ ദിവസത്തേക്ക് വേണ്ടിയത് അന്നന്ന് പെറുക്കണം. രണ്ടാമത് കൊടുത്തതായ സന്ദേശം ദൂത എന്ന് പറയുന്നത്, നാളത്തേക്കാരും ശേഷിപ്പിച്ചു വെക്കരുത്. മൂന്നാമത് കൊടുത്തതായ ദൂത് സന്ദേശം എന്ന് പറയുന്നത്, 7-ാം ദിവസം സ്വസ്ഥതയുടെ ദിവസമാണ്. ആ ദിവസം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനുള്ളതായ നിമിഷങ്ങളാണ്. അന്ന് ആരും മന്ന പറക്കാൻ, ഭക്ഷണം പറക്കാനായിട്ട് പോകരുത് എന്ന് ശക്തമായ ദൈവത്തിൻ്റെ വാണിങ്, മുന്നറിയിപ്പ് ഈ ജനത്തിന് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, മന്ന പൊഴിയുന്നതിന് മുമ്പായിട്ട് ഇതാ ദൈവത്തിൻ്റെ ശക്തമായ കാടപ്പക്ഷി, മേൽത്തരമായ ഭോജ്യം പാളയത്തിനകത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ നിർദ്ദേശങ്ങളെ അവർക്ക് കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ എന്താണ് സംഭവിക്കപ്പെടുവാനിടയായി തീർന്നത്? എല്ലാവരും ആവശ്യത്തിലധികമായിട്ട് ക്രമീകരിച്ച് വെക്കാനായിട്ടിടയായി തീർന്നു. ദൈവത്തിൻ്റെ കൽപ്പനയുണ്ടായിരുന്നു, ഓരോ ദിവസത്തേക്ക് വേണ്ടിയത് അവനവൻ അന്നന്ന് പെറുക്കണം. ബക്കറ്റിനകത്തും കുഴപ്പാട്ടയ്ക്കകത്തും ചാക്കിനകത്തൊക്കെ ഒരുപക്ഷെ വാരിക്കെട്ടിക്കാണും. എന്നാൽ വചനചരിത്രം ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്, അവർ അധികമായിട്ട് ക്രമീകരിച്ച് വെച്ചത് പുഴുത്ത് നാറിപ്പോയി എന്ന്. എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെയാണല്ലോ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ ഇതാ ഏറെ സമ്പാദിച്ചു കൂട്ടി, ഏറെ കരുതിക്കൂട്ടി ക്രമീകരിച്ച് വെച്ചു, അനുഭവിക്കുവാനായിട്ട് കഴിയാതെ പോയി. ഇവിടെ വചനം വെളിപ്പെടുത്തി 3-ാമത്തെ ദൂതിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. 7-ാം ദിവസം സ്വസ്ഥതയുടെ ദിവസമാണ്. അത് ശാബത്തിന്റെ ദിവസമാണ്. അത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കേണ്ട നിമിഷങ്ങളാണ്. ആ നിമിഷം അവർ എന്തു ചെയ്തു? ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കാതെ മന്ന പറക്കാൻ വേണ്ടി കടന്നുപോയി. അത് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് വചനചരിത്രം ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ ആ വാക്കുകൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കേൾക്കുമ്പോൾ, ഞാനത് പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ ചരിത്രത്തിൽ ശനിയാഴ്ച ദിവസമായിരുന്നു ശാബത്ത് ദിവസം, ദൈവത്തെ ആരാധിക്ക ദിവസം. പുതിയ നിയമങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ ശനിയാഴ്ച പുതിയ നിയമത്തിൽ ഞായറാഴ്ചയായി മാറി. എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഞായറാഴ്ചയായത് മാറാൻ കാരണം? കർത്താവാകുന്ന യേശു തമ്പുരാൻ മരിച്ച് അടക്കപ്പെട്ട് ഉദ്ധിതനായത്, ഉയർത്തെഴുന്നേറ്റത്, പുനരുദ്ധാനം ചെയ്തത് ഞായറാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ടാണ് ഞായറാഴ്ച കർത്തൃദിവസമായി സഭ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വചനമാകുന്ന ബൈബിൾ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്, ഞായറാഴ്ച ദിവസം സ്വസ്ഥതയുടെ ദിവസമാണ്. അത് ശാബത്തിന്റെ ദിവസമാണ്. അത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവം മാനവകുലത്തിന് മുമ്പാകെ നീക്കി വെച്ചിട്ടുള്ളതായ ഒരു നിർമ്മലമായ സുദിനമാണ് കർത്തൃദിവസമാകുന്ന ഞായറാഴ്ച എന്ന് പറയുന്നത്. ഇന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ദൈവത്തിന് കൊടുക്കേണ്ടതായി കർത്തൃദിവസം, ദൈവത്തെ ആരാധിക്കേണ്ട സമയം നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ, മോടി പിടിപ്പിക്കുവാൻ, കരുതുവാൻ, ക്രമീകരിക്കുവാൻ വേണ്ടി നമ്മൾ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്. ഞാനൊരു സംഭവം വെളിപ്പെടുത്തുവാനായിട്ട് ഈ സമയം വിനിയോഗിക്കട്ടെ. നമ്മുടെ കേരളത്തിൽ തഴച്ചു വളർന്നതായ ഒരു വലിയ സംരംഭമായിരുന്നു, ബിസിനസ്സായിരുന്നു വാനില കൃഷി എന്ന് പറയുന്നത്.
വാനില എന്ന് പറയുന്നതായ ആ ഒരു വ്യവസായം നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് തഴച്ചു വളർന്ന സമയത്ത് ഞായറാഴ്ച പരിശുദ്ധ കുർബാനയ്ക്ക് വരേണ്ട ആളുകൾ ഞായറാഴ്ച കുർബാന ഒഴിവാക്കിക്കൊണ്ട് എസ്കോർട്ട് വെച്ച് പോലീസിനെ പോലും സെക്യൂരിറ്റിയെ പോലും വെച്ച് വാനില കൃഷി കാവൽ ചെയ്യാനിടയായി തീർന്നു കേരള ചരിത്രത്തിനകത്ത്. സർവശക്തന് ദൈവത്തിനത് മനസ്സിലായി. ദൈവത്തിന് കൊടുക്കേണ്ട സമയം ഇവിടത്തെ ആളുകൾ മുഴുവനും വാനില കൃഷി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഇന്ന് വാനില കൃഷിയുടെ സ്ഥിതി എന്തായി മാറിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ? കേൾക്കാൻ പോലും കഴിയാത്തവണ്ണം അത് മൂലയിലേക്ക് ഒതുങ്ങുവാനായിട്ടിടയായി തീർന്നു. വീണ്ടും പ്രിയപ്പെട്ട ഈ മക്കളെ, ഇന്ന് റബ്ബറിന്റെ വില ഇടിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഏറ്റവും വലിയൊരു മേഖലയായിരുന്നു റബ്ബർ വ്യവസായം എന്ന് പറയുന്നത്. ഞായറാഴ്ച ആരാധനയ്ക്ക് വരേണ്ട ക്രിസ്ത്യാനികൾ, ഞായറാഴ്ച ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ക്രിസ്ത്യാനികൾ, ഞായറാഴ്ച കുരിശ് വരയ്ക്കണ ക്രിസ്ത്യാനികൾ, പ്രിയപ്പെട്ടവരെ, അവന് പ്രാർത്ഥിക്കാൻ നേരമില്ല, അവൻ ആരാധിക്കാൻ നേരമില്ല. ദൈവാലയത്തിൽ കടന്നു വരുന്ന സമയം കണ്ടെത്താതെ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് മൂർച്ച റബ്ബർ കത്തിയുമായിട്ട് റബ്ബർ വെട്ട മനുഷ്യൻ കടന്നു പോകുകയാണ്. സർവശക്തന ദൈവത്തിന് മനസ്സിലായി, എനിക്ക് തരണ മഹത്വം ഇന്ന് റബ്ബർ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഇന്ന് റബ്ബറിന്റെ വില എന്തായി തീർന്നിരിക്കുന്നു ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മോശയിലൂടെ ദൈവത്തിന് വചനം വളരെ വ്യക്തമായി അരുളപ്പാട് കൊടുത്തു. ഞായറാഴ്ച ദിവസം, ശാബത്ത് ദിവസം, ആ ദിവസം ദൈവത്തെ ആരാധിക്കേണ്ടതാണെന്ന്. എന്നാൽ ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആരാധിക്കാൻ സമയം കണ്ടെത്താതെ അവർ, പ്രിയപ്പെട്ട ഈ മക്കളെ, മറ്റു മേഖലകളിലേക്ക് മന്ന പിറക്കാൻ വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി, ബിസിനസ് ക്രമീകരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ സമയം അപഹരിക്കാനിടയായി തീർന്നപ്പോൾ അത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഈ തിരുവചനം വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് മരുഭൂമിയുടെ അനുഭവങ്ങൾ കടന്നു വരുന്നതിന്റെ വ്യക്തമായ ചിത്രം പരിശുദ്ധമായ തിരുവെഴുത്ത് ഈ സമയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ, വീണ്ടും വചനമാകുന്ന ബൈബിൾ ചരിത്രം ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. മൂന്നാമത് അവരുടെ ജീവിതത്തിനകത്ത് മരുഭൂമിയുടെ അനുഭവം കടന്നു വന്നതിന്റെ കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തി. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം. അതിനകത്തേക്ക് കടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. സത്യദൈവമാകുന്ന ജീവനുള്ള ദൈവത്തെ വിട്ടകന്ന് അവർ അന്യാരാധനയിലേക്ക് കടന്നു പോയതായി പുറപ്പാട് 32-ാമത്തെ അധ്യായം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതാ സർവശക്തനായ ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കളാകുന്ന ഇസ്രായേൽ മക്കളെ നാറുവഴിയിലൂടെ ഈ മരുഭൂമിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതാ പ്രിയപ്പെട്ടതേ, സർവശക്തന ദൈവം മോശ എന്ന് പറയുന്ന ഭക്തനെ സീനായി മലയിലേക്ക് ക്ഷണിക്കുകയാണ്. സീനായി മലയിലേക്ക് മോശ കയറിപ്പോയി. മോശ ഇറങ്ങി വരാത്തതായ സാഹചര്യം. ഇതാ ജനം മുഴുവനും മോശയുടെ സഹോദരനാകുന്ന അഹ്റോന്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് ഇങ്ങനെ അഹ്റോനോട് പറഞ്ഞു, മോശ കയറിപ്പോയിട്ട് നാളുകൾ 40 ഞങ്ങൾക്ക് ദൈവത്തെ കണ്ട് ആരാധിക്കണം, അതിന് മാർഗമൊരുക്കി തരണം. എന്താണ് അവിടെ സംഭവിക്കപ്പെടുവാനിടയായി തീർന്നത്? മോശയുടെ സഹോദരനാകുന്ന അഹ്റോൻ ഈ ജനത്തോട് വെളിപ്പെടുത്തി, നിങ്ങളുടെ കൈവശമിരിക്കുന്ന കാതും കുണുക്കും എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുവിൻ. കേട്ടവാദി കേൾക്കാത്തവാദി സ്ത്രീകൾ കാതിനകത്ത് കിടക്കുന്ന കുണുക്കും കയ്യിൽ കിടക്കുന്ന വളയും മേക്കാമോതിരം അഴിച്ച് ഇതാ അഹ്റോന്റെ കൈവശം ഏൽപ്പിച്ചു കൊടുത്തു. അഹ്റോൻ അതെല്ലാം വാങ്ങി ഒരു മൂശയ്ക്കകത്ത് വാർത്ത് മനോഹരമായൊരു കാളവിഗ്രഹത്തെ ഉണ്ടാക്കി പാളയത്തിനകത്ത് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അഹ്റോൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഈ ദൈവമാണ് നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം. കേട്ടവാദി ഈ ജനം മുഴുവനും പാളയത്തിനകത്ത് ഈ കാളയുടെ മുമ്പാകെ നിന്ന് നൃത്തം വെക്കുമ്പോൾ ആരാധിക്കുന്ന സമയത്ത് ഭക്തനാകുന്ന മോശ ഇതാ സീനായി മലയിൽ നിന്നും ഈ ജനത്തിന് ആവശ്യ പ്രമാണം കൈകളിൽ എന്തിക്കൊണ്ട് കടന്നു വരുമ്പോൾ മോശ മനുഷ്യനല്ലേ ഇങ്ങനെ വിചാരിച്ചു പോയി. ദൈവം ഞാൻ പോയതൊക്കെ നോക്കി പാളയത്തിനകത്ത് പ്രത്യക്ഷപ്പെട്ടു. ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് പാളയത്തിനകത്ത് നടക്കുകയാണ്. മോശ ഇതാ കടന്നു വന്നപ്പോൾ കണ്ടതായ ചിത്രം എന്ന് പറയുന്നത് ദൈവത്തെ വിട്ടകന്ന് ഇതാ ഈ സമൂഹം കാളയെ ആരാധിച്ചുകൊണ്ടൊരു ചിത്രമാണ് കണ്ടത്. മോശ പ്രിയപ്പെട്ടവരെ തൻ്റെ കൈവശമിരിക്കുന്ന ആ നിയമത്തിൻ്റെ പലകകൾ, ആ കൽപ്പലകകൾ, ആ പ്രമാണങ്ങൾ ദാ തല്ലി ഉടയ്ക്കുകയാണ്. വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന, വിട പറയാൻ ആഗ്രഹിക്കുമ്പോൾ ഇതാ വചനത്തിന് സത്യം വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജനം ഇതാ വീണ്ടും മരുഭൂമിയിലേക്ക് കടന്നുപോയതിൻ്റെ അടിസ്ഥാനപരമായ മൂന്നാമത്തെ സന്ദേശം ദൈവത്തിന് വചനം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ അന്യ ദൈവത്തെ ആരാധിച്ചു എന്നുള്ളതാണ്. ഈ വാക്കുകൾ താങ്കൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സ്നേഹിത സഹോദരി, നിന്റെ ജീവിതത്തിൽ യേശുവിനെ ആരാധിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ?
ജീവിതത്തിൽ ഭാരങ്ങളും ജീവിതത്തിൽ പ്രയാസങ്ങളും ജീവിതത്തിൽ നൊമ്പരങ്ങളും ജീവിതത്തിൽ പ്രതിബന്ധങ്ങളും ജീവിതത്തിൽ തകർച്ചകളും തളർച്ചകളും കടന്നു വരുമ്പോൾ ദൈവത്തെ വിട്ടകന്ന് ഏതെങ്കിലും പാപത്തിന് മാർഗങ്ങളിലേക്ക് പാപത്തിന് വഴികളിലേക്ക് താങ്കൾ കടന്നു പോകുന്നുവെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ നിന്ന് മരുഭൂമിയുടെ അനുഭവം ഒരിക്കലും വിട്ടുപോകുകയില്ല. ഇതൊരു സുപ്രധാന നിമിഷമാണ് ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ, തെറ്റിപ്പോയ മാർഗങ്ങളെ ഓർക്കുവാനും അനുദപിക്കുവാനും, തെറ്റുപറ്റിപ്പോയി ദൈവമേ എന്ന് അനുദപിച്ച് ദൈവകൈകളിലേക്ക് ജീവിതങ്ങളെ സമർപ്പിച്ച് പുതിയ തീരുമാനമെടുക്കുവാൻ ഇതാ ഒരു സുവർണാവസരം കരഗതമായി തീർന്നിരിക്കുകയാണ്. എൻ്റെ വാക്കുകൾക്കോട് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും മറന്നു പോകരുത്. 3 സുപ്രധാനമായ ദൂതുകളാണ് ഈ വചനത്തിലൂടെ ഞാനിപ്പോൾ വെളിപ്പെടുത്തിയത്. ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേൽ മക്കൾ മരുഭൂമിയുടെ കടന്നു പോകാനിടയായി തീർന്ന 3 സാഹചര്യങ്ങൾ. ഒന്ന്, ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു, ഒരു എളുപ്പമാർഗമുണ്ടായിരുന്നു, ഒരു എളുപ്പ വഴി ഉണ്ടായിരുന്നു. അതിലെ നടത്തിയാൽ അവിടെ യുദ്ധം നടക്കുന്നു. ഈ ജനം യുദ്ധം കണ്ട് വീണ്ടും മടങ്ങി അടിമത്തത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ദൈവം അവരെ ആ വഴിയിലൂടെ നയിച്ചില്ല. വീണ്ടും ഇതാ ദൈവത്തിനെതിരായിട്ട് ഈ ജനം പിറുപിറുത്തു. 3-ാമത് വചനം വെളിപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: ദൈവത്തെ വിട്ടകന്ന് അന്യദൈവത്തെ ആരാധിക്കാൻ അവർ കടന്നുപോയി. പ്രിയപ്പെട്ട സ്നേഹിത സഹോദരി, നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം. ഒരു പുതിയ തീരുമാനത്തോടെ, ഒരു പുതിയ സമർപ്പണത്തോടെ. എൻ്റെ ജീവിതത്തിനകത്ത് മരുഭൂമി അനുഭവമുണ്ടെങ്കിൽ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് അവ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച്, പിറുപിറുപ്പ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അന്യാരാധന കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കവയെ ഉപേക്ഷിക്കാം. ഒരു പുതിയ സമർപ്പണത്തോടെ, ഒരു പുതിയ ചുവടുവെപ്പോടെ ജീവിതങ്ങളെ നവീകരിക്കുവാൻ ഈ സന്ദേശം മുഖാന്തരമായി തീരട്ടെ. എൻ്റെ വാക്കുകളെ ചുരുക്കി പ്രാർത്ഥനയ്ക്ക് ആഗ്രഹിക്കുമ്പോൾ താങ്കൾക്ക് ശിരസ്സുകളെ കുനിക്കാമോ? എങ്കിൽ താങ്കൾക്ക് വേണ്ട അച്ഛൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കരുണാസമ്പന്നനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, അനുഗ്രഹീതമായ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ സമയം അവിടുത്തെ മാറ്റമില്ലാ തിരുവചനത്തിലൂടെ വ്യക്തമായി, സത്യമായി, ശക്തമായി അവിടുത്തെ വചനം എന്നെ ബോധ്യപ്പെടുത്തിയല്ലോ. എൻ്റെ ജീവിതത്തിൽ ഒരു മരുഭൂമിയുടെ പ്രയാണമാണിപ്പോൾ. ഒരിക്കലും ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഞാൻ നെരിപ്പോട് പോലെ നീറി ഇതാ കടന്നു പോവുകയാണ്. എന്നാൽ എനിക്കിന്ന് മനസ്സിലായി, എൻ്റെ കുറവുകളാണ്, എൻ്റെ പിറുപിറുപ്പുകളാണ്, എൻ്റെ അന്യാരാധനയാണ്, എൻ്റെ ജീവിതത്തിൽ അഹങ്കാരമാണ് എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചതെന്ന്. ഇതാ ദൈവമേ, പരിപൂർണമായ എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളെ, എൻ്റെ കുറവുകളെ, എൻ്റെ ബലഹീനതകളെ അങ്ങേ തൃക്കകളിലേക്ക് സമർപ്പിക്കുകയാണ്. സകല പാപത്തിന് പരിഹാരം നൽകുന്ന അങ്ങയുടെ കാൽവരിൽ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകി, എന്നെ വെടിപ്പാക്കി, മരുഭൂമി അനുഭവത്തിൽ മാറ്റി, എന്നെ സ്വസ്ഥമായ ജലാശയങ്ങളിലേക്ക് നടത്തി. കർത്താവായ ദൈവമേ, അങ്ങ് ആരാധിപ്പാൻ തക്കവണ്ണം എന്നെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, കുടുംബമായി തലമുറയായിട്ട് മാനിക്കണമേ. അങ്ങ് തൃക്കകളിലേക്ക് ഏൽപ്പിക്കുന്നു. സകല മുഖത്തോട് മാത്രം എടുക്കണം. ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.